മനോജിൻ്റെ ജെറുസലേം നായകൻ എന്നുള്ള ഗാനം, അത് റാണാ പ്രതാപിൻ്റെ സംഗീതത്തിലൂടെ ലോകത്തിൽ തന്നെ ആദ്യമായി മലയാളത്തിലൊരു ക്രിസ്തീയ ഭക്തിഗാനം സിംഫണി ഓർക്കസ്ട്ര ചെയ്തത് മനോജിൻ്റെ ഈ ഗാനമാണ്. അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? സ്വീഡനിലുള്ളൊരു മലയാളിയാണ് റാണാ പ്രതാപ് എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ. അദ്ദേഹമായിട്ട് ഞാൻ ചെയ്ത രണ്ടാമത്തെ വർക്കാണ് ഈ ജെറുസലേം നായകൻ എന്ന് പറയുന്ന പാട്ട്. ഓക്കെ, ആദ്യത്തെ പാട്ട് ശ്രീനിവാസ് സാറായിരുന്നു പാടിയിരുന്നത്. രണ്ടാമത്തെ പാട്ട് പാടിയിരിക്കുന്നതും നമ്മുടെ മ്യൂസിക് ഡയറക്ടറായ റാണാ പ്രതാപ് സാറാണ്. അപ്പം ആ പാട്ടിലേക്ക് എത്തിയത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് മ്യൂസിക് വന്നിട്ട് ലിറിക്സ് എഴുതുന്ന പതിവാണ് അദ്ദേഹം പിന്തുടരുന്നത്. അപ്പം അദ്ദേഹം മ്യൂസിക് തന്നു, ഞാൻ ലിറിക്സ് എഴുതി. അതിനുശേഷമാണ് ഈ ഹംഗറിയിലുള്ള നമ്മുടെ ബുഡാപെസ്റ്റ് സിംഫണി ഓർക്കസ്ട്രയായിട്ട് ചേർന്നുകൊണ്ട് ഈ വർക്ക് ചെയ്യാനായിട്ട് ഭാഗ്യമുണ്ടായത്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം അവരുടെ ഒരു ഫുൾ ടീം ഒരു വർക്കിൽ സഹകരിച്ചുകൊണ്ട് ഒരു വർക്ക് പുറത്തു വരുന്നത്. അപ്പോൾ ആ വർക്ക് ഒരുപാട് ജനങ്ങൾ കണ്ടു, ഒരുപാട് ഇഷ്ടമായി. ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് ആ വർക്ക്. ശരിക്കും ഒരു പാട്ടെന്ന് പറയുന്നത് കേൾക്കാനുള്ളതാണല്ലോ, പക്ഷേ ഈ വർക്കിനെ സംബന്ധിച്ച് പറയുമ്പോൾ അത് കാണാനും കൂടെയുള്ള ഒരു വർക്കാണ്. കാരണം അത്ര മാത്രം ഇൻസ്ട്രുമെൻസും കലാകാരന്മാരും ഒക്കെ അണിനിറന്ന ഒരു വർക്കാണത്. അപ്പം തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ കാണുന്ന ആൾക്കാരോട് ഞാൻ പറയുകയാണ്, ഈ ജെറുസലേം നായകൻ എന്ന് പറയുന്ന ആ പാട്ട് എല്ലാവരും കാണണം. ജെറുസലേമിൻ മിഴികളിലെ സ്നേഹമായി ജനപദമേ പദമലരിൽ കാഴ്ചയേകി. ജെറുസലേമിൻ മിഴികളിലെ സ്നേഹമായി ജനപദമേ പദമലരിൽ കാഴ്ചയേകി. വഴിത്താരയായി മാനസം മിഴിക്കോണിലെങ്ങോ തേങ്ങലാ നിലയ്ക്കാത്ത ശ്വാസം പോലെ നീ തുടിക്കും എന്നുള്ളിൽ ജീവനാ. ജെറുസലേമിൻ മിഴികളിലെ സ്നേഹമായി ജനപദമേ പദമലരിൽ കാഴ്ചയേകി. ജെറുസലേമിൻ മിഴികളിലെ സ്നേഹമായി ജനപദമേ പദമലരിൽ കാഴ്ചയേകി.
ജെറുസലേമിൻ മിഴികളിലെ സ്നേഹമായി ജനപഥമീ പദമലരിൽ കാഴ്ചയേ